ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന്റെ മലയാളത്തിലെ പേര്? ഉത്തരം കേരള രാമം. ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകം? ഉത്തരം കൂട്ടുകൃഷി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്? ഉത്തരം സർദാർ കെ.എം. പണിക്കർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം? ഉത്തരം തൃശൂർ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കവിതാ പുസ്തകം? ഉത്തരം രമണൻ. എഴുതിയപ്പോൾ കരഞ്ഞുപോയ കഥ എന്ന് എം.ടി. പറയുന്ന കഥ? ഉത്തരം നിന്റെ ഓർമ്മയ്ക്ക്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽപ്പെട്ട് പി.എൻ. പണിക്കർ ഗ്രന്ഥശാല സംഘത്തിന്റെ ആരും അല്ലാതായി തീരുകയും അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനം രൂപവൽക്കരിക്കുകയും അതിന്റെ പ്രവർത്തകനായി മാറുകയും ചെയ്തു. ഏതാണ് ആ പ്രസ്ഥാനം? ഉത്തരം കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഈ വരികൾ ആരുടെ തൂലികയിൽ നിന്നാണ്? ഉത്തരം വൈലോപ്പിള്ളി. ലോക പ്രശസ്തമായ കാർട്ടൂൺ കഥാപാത്രമായ മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം വാൾട്ട് ഡിസ്നി. വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ആശാ കേരളം രചിച്ചത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. സ്നേഹഗായകൻ എന്നും കുമാരനാശാനെ അറിയപ്പെടുന്നുണ്ട്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയും കുമാരനാശാനാണ്. ആദ്യ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം 1969 ദേവിക റാണി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? ഉത്തരം ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതി ഏതാണ്? ഉത്തരം കല്യാണ സൗഗന്ധികം. മലയാളത്തിലെ ഓർഫിയസ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചങ്ങമ്പുഴ. മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി? ഉത്തരം നളചരിതം ആട്ടക്കഥ. മലയാളത്തിലെ ആദ്യ തനത് നാടകം ഏതാണ്? ഉത്തരം കലി. കൂടിയാട്ടത്തിന്റെ സാങ്കേതിക വ്യവസ്ഥകൾ വിവരിക്കുന്ന കൃതികൾക്ക് പറയുന്ന പേര്? ഉത്തരം ആട്ടപ്രകാരം. വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം രാമപുരത്ത് വാര്യർ. ആരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി.എൻ. പണിക്കർ. 1972 ഗ്രന്ഥശാല സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പണിക്കരുടെ നേതൃത്വത്തിൽ സംഘടിക്കപ്പെട്ട സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നാണ്. ഈ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന നോവൽ ഏത് തെരുവിന്റെ കഥയാണ് പറയുന്നത്? ഉത്തരം മിഠായി തെരുവിന്റെ. മലയാളത്തിലെ ആദ്യത്തെ നോവലായാണ് ഇത് അറിയപ്പെടുന്നത്. ഏതാണ് ഈ കൃതി? ഉത്തരം അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബോബനും മോളിയും ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം ടോംസ്. ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരം? ഉത്തരം ദാദാ സാഹിബ് ഫാൽക്കെ. എം.ടി. വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 1995. എം.ടി. വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കാലം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി നാലുകെട്ട്. കേരള സ്കൂട്ട് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സി.വി. രാമൻ പിള്ള. ത്രിലോക സഞ്ചാരി എന്നറിയപ്പെട്ട മലയാള സാഹിത്യകാരൻ? ഉത്തരം ഇ.വി. കൃഷ്ണപിള്ള. അമർ ചിത്രകഥകൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം അനന്ത പൈ.
കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച PN പണിക്കരുടെ ചരമദിനം ഏതു ദിനമായാണ് നാം ആചരിക്കുന്നത്? ഉത്തരം വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക ആരുടെ വാക്കുകളാണ്? ഉത്തരം PN പണിക്കർ. ഒന്നൊന്നെങ്ങനെ എഴുതാം, വളവും വേണ്ട ചരിവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ദേശീയ ഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഉമാ കേരളം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ഉള്ളൂർ. കുടിയേറ്റ കർഷക ജീവിത ചിത്രീകരണം നടത്തുന്ന SKയുടെ നോവൽ? ഉത്തരം വിഷകന്യക. തകഴി ശിവശങ്കരപ്പിള്ള ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച കൃതി? ഉത്തരം കയർ. ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയായ ബഷീർ കഥ ഏതാണ്? ഉത്തരം നീലവെളിച്ചം. ഉള്ളൂർ രചിച്ച നാടകം? ഉത്തരം അമ്പ. കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് വള്ളത്തോളിനെ സഹായിച്ച രാജാവ്? ഉത്തരം മുകുന്ദരാജ. 1926 PN പണിക്കർ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനാശാലയുടെ പേര്? ഉത്തരം സനാതനധർമ്മം. സ്വന്തം ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ആസ്വാദികരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സാഹിത്യരൂപം? ഉത്തരം ആത്മകഥ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. എന്റെ കഥ ആരുടെ ആത്മകഥയാണ്? ഉത്തരം മാധവിക്കുട്ടി. ശക്തിയുടെ കവി, ഗ്രാമീണ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഇടശ്ശേരി. ദ ലാസ്റ്റ് ഗേൾ എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം നാദിയ മുറാദ്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതി? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. കാക്കേ കാക്കേ കൂടവിടെ എന്ന കുട്ടിക്കവിത എഴുതിയത് ആരാണ്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. ഒരു കുടയും കുഞ്ഞു പെങ്ങളും ആരുടെ കൃതിയാണ്? ഉത്തരം മുട്ടത്ത് വർക്കി. പോർത്തോസ് മലബാറിക്കസ് എന്ന കൃതിയുടെ മൂലകൃതി? ഉത്തരം ഇട്ടി അച്യുതന്റെ കേരളാരാമം. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ഏതാണ്? ഉത്തരം സ്വർഗദൂതൻ. മലയാളത്തിലെ ആദ്യ മലയാള നിഘണ്ടുവിന്റെ കർത്താവ്? ഉത്തരം അഭയദേവ്. കേരളത്തിൽ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ഏതു വർഷം മുതലാണ്? ഉത്തരം 1996 ജൂൺ 19 മുതൽ. സുകുമാർ അഴീക്കോട് PN പണിക്കരെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇത് ആരുടെ വരികളാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ പുസ്തകം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം റെഡ് ഡേറ്റ ബുക്ക്. ഭൂമിയുടെ അവകാശികൾ ആരുടെ കൃതിയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. ദാസൻ എന്ന പ്രസിദ്ധ കഥാപാത്രം ഏത് നോവലിലാണ്? ഉത്തരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഇന്ത്യൻ സിനിമയുടെ പിതാവ്? ഉത്തരം ദ്യൂതരാജ് ഗോവിന്ദ് ഫാൽക്കെ. ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 2007. ആരോഗ്യ ചിന്താമണി എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ. ചാർലി ചാപ്ലിൻ എഴുതിയ ഒരേ ഒരു നാടകം? ഉത്തരം 12 നീതിമാന്മാർ. വൃദ്ധസദനം ആരുടെ കൃതിയാണ്? ഉത്തരം TV കൊച്ചുബാവ.
ആശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. കേരള മൊപ്പസാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം തകഴി ശിവശങ്കര പിള്ള.